ലോക ക്രിക്കറ്റിന്റെ അധികായന്മാരായി ഓസ്ട്രേലിയൻ ടീം നെഞ്ചുവിരിച്ചു വിലസുന്ന സമയത്ത് വിക്കറ്റിന് പിന്നിൽ അവർക്കൊരിക്കലും ചേരാത്ത ഒരു കൈയുണ്ടായിരുന്നു. എതിർ ടീമിന്റെ ബാറ്റർ ഒരു പിടി മുന്നിലേക്ക് ഒന്നനങ്ങിയാൽ പോലും വിക്കറ്റിന് പിന്നിൽ ആ കൈകൾ അങ്ങേയറ്റം വേഗതയോടെ ചലിച്ചിരുന്നു. ആദം ഗിൽക്രിസ്റ്റ് എന്ന വിക്കറ്റ് കീപ്പറുടെ കഥ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. തന്റെ ജീവിതത്തിൽ ഒരു ഫാസ്റ്റ് ബോളറായി മാറണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടി പിന്നീട് വിക്കറ്റ് കീപ്പറായി ഒരു രാജ്യത്തിന്റെ അഭിമാനമായ കഥയാണ് ഗില്ലിയുടേത്. തന്റെ ചെറുപ്പകാലത്ത് ഒരു ഫാസ്റ്റ് ബോളർ ആവാൻ കൊച്ചു ഗില്ലി അങ്ങേയറ്റം കഷ്ടപ്പെട്ടു. ഒരിക്കൽ തന്റെ മാതാപിതാക്കളുടെ കൂടെ ഷോപ്പിങ്ങിനായി പുറപ്പെട്ട ഗില്ലി കടയിലിരിക്കുന്ന വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകൾ കാണുകയുണ്ടായി. അതവന്റെ ചെറിയ നേത്രങ്ങളെ ആകർഷിച്ചു. ഇതോടെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ ഫാസ്റ്റ് ബോളിംഗ് എന്ന തസ്തിക ആ കൊച്ചുപയ്യൻ ഉപേക്ഷിക്കുകയായിരുന്നു. ആ സമയത്ത് ഓസ്ട്രേലിയയുടെ വിക്കറ്റ് കീപ്പറായിരുന്ന റോഡ്നി മാർഷിനെ തന്റെ പ്രചോദനമായി എടുത്തുകൊണ്ട് ഗില്ലി എന്ന കൊച്ചുകുട്ടി വളർന്നു വന്നു. ആദ്യമായി മൈതാനത്തിറങ്ങി വിക്കറ്റ് കാത്തു സൂക്ഷിക്കുന്ന സമയത്ത് ഗില്ലിയുടെ മൂക്കിന് മുറിവേറ്റു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഗില്ലിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: റോഡ്നി മാഷിന്റെയും മൂക്കിനും ഇതിനു മുൻപ് പരിക്കേറ്റിരുന്നു. ഇത് കേട്ടതോടെ കൊച്ചു ഗില്ലി അഭിമാനം കൊണ്ടു. ശേഷം മൈതാനത്ത് തന്നെ തുടരാനും തയ്യാറായി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. തന്റെ റോൾ മോഡലായ മാർഷിനൊപ്പം പരിശീലനത്തിലേർപ്പെടാൻ ഗില്ലിക്ക് അവസരം ലഭിച്ചു. അന്ന് ഗില്ലി മാർഷിനോട് ഇക്കാര്യം ചോദിച്ചു: അങ്ങയുടെ മൂക്ക് അന്ന് മുറിഞ്ഞിരുന്നല്ലേ? അപ്പോൾ മാർഷ് പറഞ്ഞത് അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷെ ആ സമയത്ത് ഗില്ലിയോട് അങ്ങനെയൊരു കള്ളം പറഞ്ഞ ആ യുവാവിനോട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റും ലോക ക്രിക്കറ്റും അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. കാരണം അതായിരുന്നു ഗിൽക്രിസ്റ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. പിന്നീട് ന്യൂ സൗത്ത് വെയിൽസ് ടീമിനായി തന്റെ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിക്കാൻ ഗില്ലിക്ക് അവസരം ലഭിച്ചു. അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായാണ് ഗില്ലി എത്തിയിരുന്നത്. ന്യൂ സൗത്ത് വെയിൽസ് ടീം ഗില്ലിയെ ഒരിക്കലും കീപ്പ് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ തന്റെ എക്കാലത്തെയും ആഗ്രഹങ്ങളിലൊന്നായി കീപ്പിംഗിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനായി ഗില്ലി ടീം വിടുകയും പിന്നീട് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്ക് എത്തുകയും ചെയ്തു. വെസ്റ്റേൺ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കീപ്പറായി തന്നെ മൈതാനത്തെത്തിയെങ്കിലും അത്ര മികച്ച സ്വീകരണമായിരുന്നില്ല ആരാധകർ ഗില്ലിക്ക് നൽകിയത്. കാരണം വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ലോക്കൽ ഹീറോ ആയിരുന്ന ടിം സോറർക്ക് പകരക്കാരനായി ആയിരുന്നു ഗില്ലി മൈതാനത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ആരാധകരിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ അവനെ നേരിടേണ്ടി വന്നു. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെയും പൂർണ്ണമായി തൃണവൽഗണിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തികൾ തുടരാനാണ് ഗിൽക്രിസ്റ്റ് ശ്രമിച്ചത്. വിക്കറ്റിന് പിന്നിൽ തുടരുക എന്ന തന്റെ വലിയ ലക്ഷ്യം ഗിൽക്രിസ്റ്റ് വളരെ സന്തോഷത്തോടെ നിറവേറ്റി. അങ്ങനെ ഗില്ലിയുടെ കരിയർ വളരുകയായിരുന്നു. തന്റെ കരിയറിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പിന്നീട് ഗില്ലിക്ക് സാധിച്ചു. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും ഒരു അത്യുഗ്രൻ വിക്കറ്റ് കീപ്പർ ആയിരുന്നു ഗിൽക്രിസ്റ്റ്. 96 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 379 ക്യാച്ചുകളും 37 സ്റ്റംപിങ്ങുകളുമാണ് ഗിൽക്രിസ്റ്റ് നടത്തിയത്. ഏകദിന ക്രിക്കറ്റിൽ 417 ക്യാച്ചുകൾ സ്വന്തമാക്കിയ ഗില്ലി 55 സ്റ്റംപിങ്ങുകളും നടത്തുകയുണ്ടായി. ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിലും ഇത്തരത്തിൽ വലിയ റെക്കോർഡായിരുന്നു ഗിൽക്രിസ്റ്റിന്റെ സമ്പാദ്യം. അന്നും ഗിൽക്രിസ്റ്റിനോടൊപ്പം ഉണ്ടായിരുന്ന സഹതാരങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു: ഒരിക്കലും ഒരു സ്വാഭാവിക വിക്കറ്റ് കീപ്പിംഗ് കഴിവുള്ള താരമായിരുന്നില്ല ഗില്ലി. ബൗച്ചറിയും മറ്റും പോലെ മികവ് പുലർത്താൻ സാധിക്കുന്ന ഒരു താരമായിരുന്നില്ല അവൻ. പക്ഷെ തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി മൈതാനത്ത് നിരന്തരം പരിശീലനം നടത്തി ഉണ്ടാക്കിയെടുത്തതാണ് അവൻ നേടിയതൊക്കെയും. അങ്ങനെ തന്നെ സ്വപ്നങ്ങളിലൂടെ ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററായി മാറാനും ഗില്ലിക്ക് സാധിച്ചു. 2008 ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ ലക്ഷ്മണിന്റെ ഒരു അനായാസ ക്യാച്ച് ഗിൽക്രിസ്റ്റിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഇതോടുകൂടി ഗില്ലി ചില തീരുമാനങ്ങളിലെത്തി. തന്റെ വിക്കറ്റ് കീപ്പിംഗ് കഴിവുകൾ പതിയെയായി മാറുകയാണ് എന്ന് അയാൾ കണ്ടെത്തി. അതോടുകൂടി ഗില്ലി തന്റെ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. കാലം എത്ര കഴിഞ്ഞാലും ഗില്ലിയെപ്പോലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നത് ഓസ്ട്രേലിയയിലേക്ക് ഒരു സ്വപ്നം മാത്രമാണ്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.